ഹായ് ഹലോ ഫ്രണ്ട്സ്, DJI ഷോസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ മൊബൈൽ ഗിംബൽ ഡിവൈസ് ആണ്. ഇത് DJI OSMO 4 എന്ന് പറയുന്ന ഏറ്റവും പുതിയ മൊബൈൽ ഡിവൈസ് ആണ്. ഇത് മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ മൊബൈൽ കൊണ്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് അത് ഷെയ്ക്ക് ആവാനും അതിനോട് ഡിസ്റ്റർബ് ആവാനും ഇടയുണ്ട്. അപ്പോൾ ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റെബിലൈസർ ആണ്. അതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനു മുന്നേ ഈ വീഡിയോ ആദ്യമായി കാണുകയാണ്, എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണമെന്നും അതുപോലെ കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നേരെ വീഡിയോയിലേക്ക്. DJI എന്ന ബ്രാൻഡിൻ്റെ ഓസ്മോ സീരീസിൽപ്പെട്ട OM4 എന്ന ഒരു ഗിംബലാണ് നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മുന്നേയുള്ള മോഡലായ ഓസ്മോ 3 ആ സെയിം ഡിസൈനിൽ തന്നെയാണ് ഓസ്മോ 4 അതോ OM4ഉം വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ മൊബൈൽ ഹോൾഡർ ഒരു മാഗ്നറ്റിക് ഹോൾഡറാണ്. അപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിന് ഇതിൽ ഘടിപ്പിക്കുകയും അതുപോലെ ഊരി മാറ്റുകയും ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽ സെറ്റിങ്സും റിവ്യൂ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അത് ഒരുപാട് ടൈം എടുക്കും. അത് മാത്രമല്ല, എനിക്കിതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പഠിക്കാനും ഉണ്ട്. അപ്പം നേരെ അൺബോക്സ് ചെയ്ത് നോക്കാം. ആ ഡീറ്റെയിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിലും ഇതെങ്ങനെ സെറ്റ് ചെയ്യാം, മൊബൈലിൽ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇത് വർക്ക് ചെയ്യിക്കാം എന്നൊക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തി അവതരിപ്പിക്കുന്നതാണ്. മൊബൈൽ ഗിംബലിൽ തന്നെ ലീഡിംഗ് ബ്രാൻഡായ DJIയുടെ OSMO 4 എന്ന് പറയുന്ന മൊബൈൽ ഗിംബൽ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ക്രിയേറ്റ് മാഗ്നറ്റിക് മൊമെന്റ്സ് എന്നവരുടെ ടാഗ് ലൈൻ കാണാം. ഇത് തുറക്കാൻ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു ക്യാരിങ് പൗച്ചും അതുപോലെ മൊബൈൽ റിംഗ് ഹോൾഡറും കൂടെ ചേർന്ന ഒരു പാക്കറ്റാണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. അവരൊരു ട്രൈപോഡ് ഇതിന് കൂടെ തന്നെ തന്നിട്ടുണ്ട്. ഓസ്മോ 3 നമുക്ക് ട്രൈപോഡ് നമ്മൾ എക്സ്ട്രാ വാങ്ങണമായിരുന്നു. പക്ഷേ ഇതിപ്പം ഈ പാക്കറ്റിൽ നമുക്കൊരു ട്രൈപോഡ് അവർ തന്നിട്ടുണ്ട്. നമ്മുടെ ഗിംബൽ പുറത്തേക്ക് എടുക്കാം. വാവ്, ലൈറ്റ് വെയിറ്റ് ആണ്. ചെറിയ ഓസ്മോ 3 ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ട്. കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ് ആയിരുന്നു ഓസ്മോ 3. ഇത് കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഇത് എൻ്റെ മൊബൈൽ ഹോൾഡറും ഗ്രിപ്പുമാണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യിക്കും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. USB-C to USB to C കേബിൾ, C ടൈപ്പ് USB കേബിൾ വരുന്നുണ്ട്. മറ്റൊന്നും തന്നെ ഇല്ല. ഇനി ആ പാക്കറ്റ്, വേറൊരു പാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, ആ പാക്കറ്റും തുറന്നു നോക്കാം. ഹോൾഡ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് അവരിത് ഇറക്കിയിരിക്കുന്നത്. ഈ കവർ തുറന്നു കഴിഞ്ഞാൽ റിംഗ് ഹോൾഡർ ഘടിപ്പിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് ഗൈഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. റിംഗ് ഹോൾഡറിൻ്റെ സ്റ്റിക്കർ, പിന്നെ റിംഗ് ഹോൾഡർ, മൊബൈൽ റിംഗ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബുക്ക്ലെറ്റ്സ്, അത്യാവശ്യം എല്ലാ ലാംഗ്വേജിലും ബുക്ക്ലെറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരിങ് പൗച്ചും ഒരു റിസ്റ്റ് ബാൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
ഈ അൺബോക്സിങ്ങിൽ. ബോക്സിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് ട്രൈപോഡ്, ഗിംബൽ, USB കേബിൾ, ക്യാരിങ് പൗച്ച്, അതുപോലെ മൊബൈൽ ഹോൾഡർ, പിന്നെ എക്സ്ട്രാ മൊബൈൽ റിംഗ് ഹോൾഡർ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.